ഗൈസ്, മുമ്പ് ചെയ്തൊരു പെഗ് ബോർഡിൻ്റെ മേക്ക് ഓവർ ചെയ്തെടുക്കാൻ വേണ്ടി പോവാണ്. സീരിയസ്ലി ഇപ്പോൾ ഞാൻ പെഗ് ബോർഡ് വേണമെന്ന് വിചാരിച്ചു, വേണ്ടെന്ന് വിചാരിച്ചു, എന്തൊക്കെയാണ് ചെയ്യണമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഈ ഒരു പെഗ് ബോർഡ് എടുത്തു, കുറച്ച് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഗൈസ്, അടുത്തായിട്ട് ഇതിലുള്ള പേപ്പറൊക്കെ അങ്ങോട്ട് റിമൂവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഇങ്ങനെ കളഞ്ഞതിന് ശേഷം നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കാം. പക്ഷേ ഞാൻ ഇതിൽ വൈറ്റ് പേപ്പർ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. അനിയനും കൂടെ സഹായിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു, അതാണ് ആ കൈ. പിന്നെ അടുത്തായിട്ട് ഞാൻ ഇതിൽ വൈറ്റ് ഷീറ്റ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ചൊക്കെ കട്ട് ചെയ്ത് കൊടുത്തു. പിന്നെ അടുത്തായിട്ട് ഒരു ഹുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു ടിഷ്യൂ പേപ്പർ എടുക്കുക, ഒരു കമ്പി എടുക്കുക, അതിന് സെല്ലോ ടേപ്പ് കൊണ്ട് ചുറ്റി കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു ഹുക്ക് കിട്ടും. പിന്നെ അടുത്തായിട്ട് ഓർഗനൈസർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ബോക്സ് എടുക്കുക, അതിൻ്റെ 3 സൈഡും കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഒരു വൈറ്റ് പേപ്പർ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ അടുത്തായിട്ട് ഇതിലെങ്ങനെയാണ് ഇത് ഹാങ് ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ആ കമ്പി എടുത്തിട്ട് നമുക്ക് ഈ 2 ഹോൾ ഇട്ട് കൊടുക്കുക. ആ ഒരു കമ്പീനനുസരിച്ചിട്ട് ഹോൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ആ ഒരു സംഭവമില്ലേ, ആ ഒരു പെഗ് ബോർഡിൻ്റെ ഉള്ളിലോട്ട് ആ ഒരു സംഭവം വെച്ച് കൊടുക്കുക. സത്യം പറഞ്ഞാൽ അത് ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. ആ ഒരു കമ്പിൻ്റെ അളവും ആ ഹോളിൻ്റെ അളവൊക്കെ എടുക്കണം. അത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. എന്നിട്ട് ഈ ഒരു കമ്പി ഇതുപോലെ വെച്ച് കൊടുക്കുക. അപ്പോൾ അത് നല്ല ഫിറ്റായിരിക്കും. പിന്നെ വേണമെങ്കിൽ കുറച്ച് സെല്ലോ ടേപ്പൊക്കെ അവിടെ ഒട്ടിച്ച് കൊടുക്കുക നിൽക്കാൻ വേണ്ടിയിട്ട്. അതിനെ ലാസ്റ്റ് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്, ഇപ്പോൾ ഒന്നും ഒട്ടിച്ച് കൊടുത്തിട്ടില്ല. പിന്നെ ഈ സാധനം വെക്കാമെന്ന് വെച്ചാൽ ജസ്റ്റ് ഇങ്ങനെ വെച്ചാൽ മതി. എന്നിട്ട് നമുക്ക് എന്തെങ്കിലും ഹാങ് ചെയ്ത് വെച്ചാൽ. പക്ഷേ ഞാൻ ലാസ്റ്റായിട്ട് ഒന്നും ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അടുത്തായിട്ട് വേറൊരു ഓർഗനൈസറും കൂടെ ഞാൻ ഇതുപോലെ ഒട്ടിച്ച് കൊടുത്തു. പിന്നെ ഞാൻ പറഞ്ഞില്ല ആ സംഭവം എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന്. ഈ ഒരു കമ്പി എടുത്തിട്ട് ഇതുപോലെയാണ് ചെയ്ത് കൊടുക്കേണ്ടത്, എന്നാലേ അത് കറക്റ്റായിട്ട് ഫിറ്റ് ആവുള്ളൂ. പക്ഷെ അതെൻ്റെ എന്തോ ഫിറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അടുത്തായിട്ട് വേറെ ഓർഗനൈസറും അതുപോലെ തന്നെ ചെയ്തു. ഈ ഒരു സംഭവം എടുത്തിട്ട് ഇവിടെ ഇതെങ്ങനെ ഹോൾ ഇടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സംഭവം എടുത്തിട്ട് 2 ആ ഒരു മൊന കണ്ടോ, സോറി ഗൈസ്, മൊനയല്ല, ഒരു ആംഗിൾ വരുന്ന ഇവിടെ 2 കുത്തിട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല മൂർച്ചയുള്ളൊരു പെൻസിൽ എടുത്തിട്ട് ഒന്ന് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഹോൾ വരും. എന്നിട്ട് ഇതും അതുപോലെ തന്നെയാണ് ഞാൻ അവിടെ വെച്ച് കൊടുത്തത്. പിന്നെ അടുത്തായിട്ട് താഴെ ഒരു ഓർഗനൈസർ ഉണ്ടാവണം. പിന്നെ ഇതാണ് ഗൈസ് എൻ്റെ ഇൻസ്പോ, ഇത് പിൻട്രസ്റ്റ് കണ്ടിട്ട് ഇൻസ്പയർഡ് ആയിട്ട് ചെയ്തതാണ്. പിന്നെ താഴ്ഭാഗത്ത് ഒരു ഓർഗനൈസർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ തന്നെയാണ് ചെയ്തത്. ഒരു ബോക്സ് എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് വൈറ്റ് പേപ്പർ ഒട്ടിച്ച് കൊടുത്തിട്ട്, പിന്നെ ഇതിൽ മാത്രം ഞാൻ 2 ചെയ്ത് കൊടുത്തു, കാരണം നിൽക്കണ്ടേ. പക്ഷേ ഇത് നിന്നില്ല ഗൈസ്. പിന്നെ അവസാനം ഞാൻ താഴെ കുറച്ച് കളേഴ്സൊക്കെ വെച്ചിട്ടായിരുന്നു ഗൈസ് നിർത്തിയിട്ടുണ്ടായിരുന്നത്. ആ താഴെ കുറച്ച് കളേഴ്സൊക്കെ വെച്ച് കൊടുത്തു. പിന്നെ അടുത്തായിട്ട് നേരെ നിൽക്കണ്ടായിരുന്നില്ല, അതുകൊണ്ട് കുറച്ച് സെല്ലോ ടേപ്പ് ഒട്ടിച്ച് കൊടുത്തു. പിന്നെ ആ ഒരു ഇൻസ്പോയിൽ കണ്ട പോലെ തന്നെ, ആ ഒരു പിൻട്രസ്റ്റിൽ കണ്ട ഇമേജ് ഉള്ള പോലെ തന്നെ ഞാൻ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് അത്രയൊന്നും കിട്ടിയിട്ടില്ല ഗൈസ്. പിന്നെ ഓർഗനൈസ് ചെയ്ത് വെച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ പെഗ് ബോർഡിൻ്റെ കാര്യം. പിന്നെ ഞാൻ പറഞ്ഞില്ല ഹാങ്ങിങ് പ്ലാന്റൊക്കെ കുറച്ച് ഹാങ്ങിങ് പ്ലാന്റൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടില്ല ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ. ഇതാണ് ഗൈസ് അതിൻ്റെ ഫൈനൽ ലുക്ക്, ഞാൻ കാണിച്ചു തരാം. അത്രയേ ഉള്ളൂ. ബൈ.